ആനന്ദിന്റെ അടുത്തെത്തുന്ന സുധി ആനന്ദിനെയും കൂട്ടി ജോത്സ്യനെ കാണാനായി തീരുമാനിക്കുന്നു. തുടർന്ന് ജോത്സ്യന്റെ അടുത്തെത്തുന്ന സുധി ആ ലെറ്റർ ജോത്സ്യനെ കാണിക്കുകയും എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നും ചോദിക്കുന്നു. തുടർന്ന് കവടി നിർത്തി പ്രശ്നം വെക്കുന്ന ജോത്സ്യൻ നിനക്ക് എല്ലാ ഭാഗത്തു നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും തനിക്ക് ശനിദശയാണെന്നും പറയുന്നു. തുടർന്ന് പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായി ഓരോ ദിവസവും ഓരോ നിറത്തിലുള്ള വസ്ത്രം ധരിക്കാൻ ജോത്സ്യൻ പറയുന്നു. തുടർന്ന് താൻ ഇന്നിട്ടിരിക്കുന്ന ഷർട്ടിന്റെ നിറം തനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് സുധീരെ കൊണ്ട് ഷർട്ട് അയപ്പിക്കുകയും ഓറഞ്ച് നിറത്തിലുള്ള ഒരു തുണി പുതപ്പിക്കുകയും തന്റെ ഷർട്ടെല്ലാം ഭാര്യ മാത്രമേ അലക്കാവൂ എന്നും പറയുന്നു. പിന്നീട് കാർ ഓടിക്കിട്ടുന്ന കാശിട്ട് വെക്കാനായി സച്ചി ഒരു കുടുക്ക വാങ്ങിക്കൊണ്ട് വരികയും ഇതിൽ പണം നിറച്ച് ഞങ്ങൾ ഒരു മുറി കെട്ടുമെന്ന് രവീന്ദ്രനോട് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ട് വരുന്ന ചന്ദ്രമതി സച്ചിനെ കളിയാക്കുമ്പോൾ രേവതി ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുന്നു. ഇതേസമയം തുണിയും പുതച്ചു വരുന്ന സുധീനെ സച്ചി കളിയാക്കുന്നു. തുടർന്ന് ചന്ദ്രമതി അടക്കം എല്ലാവരും കാര്യം തിരക്കുമ്പോൾ ഇതെല്ലാം എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണെന്നും ഇതിലൊന്നും ആരും ഇടപെടേണ്ട കാര്യമില്ലെന്നും പറഞ്ഞ് സുധി മുറിയിലേക്ക് പോകുന്നു. പിന്നീട് മുറിയിലെത്തുന്ന സുധിയുടെ കോലം കണ്ട് ഞെട്ടിപ്പോവുകയും കാര്യം തിരക്കുകയും ചെയ്യുമ്പോൾ ജോത്സ്യനെ കണ്ടതും ജോത്സ്യൻ പറഞ്ഞ കാര്യങ്ങളും സുധി ശ്രുതിയോട് പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന സുധിയോട് ദേഷ്യപ്പെടുകയും സുധിയുടെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. പിന്നീട് സുധിയുടെ കാര്യം ഓർത്ത് ചന്ദ്രമതിയും ശ്രുതിയും വിഷമിക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.